ഹലോ ട്രേഡേഴ്സ്, നമുക്കിന്ന് സിമ്പിളായിട്ട് എങ്ങനെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അതിലാണ് നമ്മൾ ചാർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ വരയ്ക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലം. സോ ഞാനിപ്പോൾ GBP/USDയിൽ എടുത്ത ഒരു ചാർട്ടാണിത്. ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് എൻട്രി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ എൻ്റെ ഒരു $10,000 അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. ഞാൻ എങ്ങനെ ഇവിടെ $100 മാത്രം റിസ്ക് ചെയ്ത് $100 മാത്രം എനിക്ക് റിസ്ക് ചെയ്താൽ മതി എങ്കിൽ ഞാൻ എങ്ങനെ അല്ലെങ്കിൽ എത്ര ലോട്ടിൽ ഞാൻ ഇതിൽ എൻ്റർ ആവണം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പൊസിഷൻ സൈസ് ടൂൾസ് ആണ്. സോ ഞാൻ സെൽ പൊസിഷൻ നോക്കുന്നതുകൊണ്ട് തന്നെ സെല്ലിലോട്ടുള്ള ഷോർട്ട് പൊസിഷൻ ടൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ് നമുക്ക് എത്ര പിപ്പ് അവിടെ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് പിപ്പ് എത്രയെന്ന് അറിയാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ റേഞ്ച് എന്ന് പറഞ്ഞ ടൂളും യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സിമ്പിളാണ്. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞൊരു ടൂള് കാണാനായിട്ട് പറ്റും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പൊസിഷൻ സൈസ് ടൂളിലാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ 58.1 പിപ്പാണ് ഇത്രയും SL പോയിന്റ് എന്ന് കറക്റ്റായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് റൗണ്ട് ചെയ്ത് 55 എന്നുള്ള റേഷ്യോ നമുക്ക് എടുക്കാം. 55 ആണ് എൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് പിപ്പെന്ന് ആലോചിക്കാം. എനിക്കിവിടെ 100 മാത്രമേ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് $10,000 ആണ്. ഓക്കെ, $10,000 ആണ് എൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, എങ്കിൽ ഞാൻ എത്ര ലോട്ടിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ സെല്ല് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകണം. ഇതിന് വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് അടിച്ചാൽ തന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. പൊസിഷൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റ് അവൈലബിൾ. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് കറൻസിയിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ babypips.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലുള്ള പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ആണ്. ജസ്റ്റ് താഴോട്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അക്കൗണ്ട് ബാലൻസ് ടൈപ്പ് ചെയ്യേണ്ടത് 10,000 ആണ് ക്യാപിറ്റൽ. ഓക്കെ, എത്രയാണ് റിസ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് 1% എൻ്റർ ചെയ്യുന്നുണ്ട്. 1% എന്ന് പറയുമ്പോൾ $100 ആണ്. എൻ്റെ 10,000 1% $100 ആണ്. അടുത്തതായി ചോദിക്കുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് പിപ്പ്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. 55.2 നമുക്ക് റൗണ്ട് ചെയ്ത് 55 ടൈപ്പ് ചെയ്യാം. ഇനി ഏത് പെയറിലാണ് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. GBP/USD ആണ് ഞാൻ എടുക്കുന്ന ട്രേഡ് പെയർ. സോ അതിൽ GBP/USD സെലക്ട് ചെയ്യുക. ഏത് കറൻസിയിലാണോ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് ആ കറൻസി അവിടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നുണ്ട് സ്റ്റാൻഡേർഡ് ലോട്ട് 0.1818 എന്ന് പറഞ്ഞ ലോട്ടിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡ് എടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇൻ കേസ് SL അടിച്ചാൽ പോലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്താൽ പോലും $100 മാത്രമേ നിങ്ങൾക്ക് റിസ്ക് ആവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് ലോട്ട് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലോട്ടിലുള്ളത് മാത്രം എടുത്താൽ മതി. മിനി ലോട്ട്, മൈക്രോ ലോട്ട്, സെൻഡ് അക്കൗണ്ട്സിനാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ദയവ് സ്റ്റാൻഡേർഡ് ലോട്ട് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് പെയറിലാണെങ്കിലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ്. ഇതിനകത്ത് എല്ലാ പെയേഴ്സും അവൈലബിൾ ആണ്. ചില പെയേഴ്സിൽ എടുക്കുന്ന സമയത്ത് ആസ്ക് പ്രൈസ് അല്ലെങ്കിൽ കറണ്ട് AUD/USD പ്രൈസ്, ബിഡ് പ്രൈസ് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സിമ്പിളാണ്. ഇപ്പോൾ എവിടെയാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് റേഞ്ച് അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒറ്റ പാടേ ഉള്ളൂ, വേറൊന്നുമില്ല. ജസ്റ്റ് അതും കൂടെ ടൈപ്പ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, മൈനർ പെയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും ചോദിക്കുന്നത്. സോ മെയിൻ പെയേഴ്സിലൊന്നും ഇത് ചോദിക്കുന്നതല്ല. യൂറോ, USD അങ്ങനെയുള്ള ഒരു മെയിൻ പെയേഴ്സിലൊന്നും ആസ്ക് പ്രൈസോ ബിഡ് പ്രൈസോ ചോദിക്കുന്നതല്ല. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. babypips.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. പല വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഗോൾഡ്, ബിറ്റ്കോയിൻ അതുപോലെ ഇൻഡൈസസുകളെല്ലാം ട്രേഡ് ചെയ്യാനും പൊസിഷൻ സൈസ് കണ്ടുപിടിക്കാനായിട്ട് FX ബുക്ക് യൂസ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ റിസ്ക് മാനേജ് ചെയ്ത് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ലോട്ട് സൈസ് കണ്ടുപിടിക്കാമെന്ന് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തേക്കുക.